ദാനിയേൽ അത്രത്തോളം ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രധാന കാരണം ഞാൻ വീണ്ടും പറയട്ടെ, അവൻ്റെ വിശുദ്ധിയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കാണുകയാണ്. ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് ആ തീരുമാനം? തൻ്റെ ശരീരത്തെ അശുദ്ധിയാക്കുകയില്ല എന്ന് താനൊരു തീരുമാനമെടുത്തുകൊണ്ട്, അപ്പോഴദ്ദേഹത്തിൻ്റെ പ്രായം 15-നും 17-നും ഇടയ്ക്കാണ്. വിചിത്രകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ യോസെഫാകട്ടെ, ദാനിയേലാകട്ടെ, ദാവീദാകട്ടെ, ഇവർ മൂവരും നല്ല സൗന്ദര്യമുള്ളവരായിരുന്നു, വളരെ ദാരിദ്ര്യം അനുഭവിച്ചവരായിരുന്നു. യോസെഫാണെങ്കിലോ അടിമയായിരുന്നു. ദാവീദിനെ നോക്കുമ്പോൾ ഒരു വേലക്കാരനെപ്പോലെ ആടുകളെ മേയിച്ച് നടന്നവനായിരുന്നു. അതുപോലെ ദാനിയേലും അടിമയായി ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടു പോകപ്പെട്ടവൻ. വേലക്കാരനെപ്പോലെ ഒരു ആട്ടിടയനായി ജീവിച്ചു വന്നതായ ദാവീദാകട്ടെ, അല്ലെങ്കിൽ അടിമയായി ബാബിലോണിൽ പോയ ദാനിയേലാകട്ടെ, അതുപോലെ യോസെഫാകട്ടെ, ഇവർ മൂവരും അവരുടെ യൗവനകാലത്ത് നല്ല സൗന്ദര്യമുള്ളവരായിരുന്നു, അഴകുള്ളവരായിരുന്നു, എന്നാൽ ആത്മീയതയുള്ളവരുമായിരുന്നു. യൗവനക്കാരായിരുന്നു, എന്നാൽ വിശുദ്ധിയെ സ്നേഹിച്ചവരായിരുന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഈ യൗവനക്കാരായ ആളുകൾ അവർ വിശുദ്ധിയെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം അവരെ രാജ്യത്തെ ഭരിക്കുന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. ഇന്ന് നമ്മുടെ മധ്യയിൽ ഇങ്ങനെയുള്ളവർ ആരെങ്കിലുമുണ്ടോ? യൗവനക്കാരായിരുന്നു, വിശുദ്ധിയോടെ ജീവിച്ചവരായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അവരുടെ വിശുദ്ധിക്ക് കാരണമെന്താണ്? ദാനിയേലിൻ്റെ വിശുദ്ധിയുടെ കാരണമെന്തായിരുന്നു? തൻ്റെ പ്രാർത്ഥനാ ജീവിതം. സഹോദര സഹോദരി, ശ്രദ്ധിക്കുക. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ, ഒന്നാമതായിട്ട് ദൈവവുമായിട്ട് നിനക്കൊരു നല്ല കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവവുമായി നിന്നെ കൂട്ടായ്മയുള്ളവനാക്കുന്നതാണ് പ്രാർത്ഥന. ദാനിയേലിന്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനാ ജീവിതം 70 വയസ്സുവരെ നമുക്ക് കാണുവാൻ കഴിയും. അത്ഭുതകരമായ കാര്യം. ദാരിയവേശ് ഭരണം നടത്തുന്നതായ കാലത്ത് ഏകദേശം ദാനിയേലിന്റെ പ്രായം അന്ന് 85 വയസ്സായിരുന്നു. അതിൽ നിന്ന് 70 വർഷം കുറച്ചാൽ 15 വയസ്സാണ്. ഈ 15 വയസ്സുള്ള കാലത്ത് ഒരു തീരുമാനമെടുത്തു. എന്താണ്? എൻ്റെ ശരീരത്തെ ഞാൻ ഒരിക്കലും ഈ ബാബിലോൺ രാജ്യത്ത് വെച്ച് ഞാൻ അശുദ്ധിയാക്കുകയില്ല. അന്യദേശത്തേക്ക് വന്നവനാണ്, പാപത്താൽ നിറയപ്പെട്ട ദേശത്തേക്ക് വന്നു, മാതാപിതാക്കളെ വിട്ടാണ് വന്നത്, എന്നാൽ വിശുദ്ധിയെ മാത്രം നഷ്ടപ്പെടുവാൻ അനുവദിച്ചില്ല. ആ തീരുമാനം എത്ര കാലത്തോളം കാത്തുസൂക്ഷിച്ചെന്നറിയാമോ? 70 വർഷത്തോളം കാത്തുസൂക്ഷിച്ചു. എങ്ങനെ സാധിച്ചു? നമ്മുടെ വിശുദ്ധിയെ എങ്ങനെ കാക്കുവാൻ കഴിയും? നമ്മുടെ ആത്മീയതയെ എങ്ങനെ കാക്കുവാൻ കഴിയും? പ്രാർത്ഥനയിൽ കൂടി മാത്രമേ അത് സാധിക്കൂ. രാജ്യത്തിൽ ഉന്നത സ്ഥാനത്തേക്ക്, രാജാവിൻ്റെ ശേഷം ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പോകുന്ന ദാനിയേലിനെ എങ്ങനെയാണെങ്കിലും ശരി, ആ സ്ഥിതിയിൽ നിന്ന് അയോഗ്യനാക്കി മാറ്റണമെന്ന് തീരുമാനിച്ചതായ ആളുകൾ എന്തു ചെയ്തെന്നറിയാമോ? ദാനിയേലിൻ്റെ ശീലം എന്താണെന്ന് നോക്കി. ദാനിയേലിനൊരു ശീലമുണ്ട്. എന്താണ്? നമുക്ക് വായിക്കാം. 6-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നിരുന്നത് പോലെ 3 നേരം. അങ്ങനെയുള്ളവരാണോ നമ്മുടെ നടുവിലുള്ളത്? ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട്, മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ മധ്യയിലുണ്ടോ? നിന്റെ ശീലമെന്താണ്? അന്ന് ദാനിയേലിന്റെ ശീലം എന്താണെന്നറിയാമോ? ദിനവും 3 നേരവും മുഴങ്കാലിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരുന്നു ദാവീദിന്റെ ശീലം. കാരണം ദാനിയേല് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നല്ല കാര്യം. ദാനിയേൽ ആരാണ്? പ്രാർത്ഥനാ മനുഷ്യൻ. അതിൻ്റെ അർത്ഥമെന്താണ്? പ്രാർത്ഥിക്കുവാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട മനുഷ്യൻ. പ്രിയ സഹോദര സഹോദരി, ദാവീദ് ആ സ്ഥാനത്തെത്തുവാൻ കാരണമെന്താണെന്നറിയാമോ? പ്രാർത്ഥനാ ജീവിതമാണ്. ദൈവവുമായി തനിക്കുണ്ടായിരുന്ന കൂട്ടായ്മ തനിക്ക് ജയജീവിതത്തെ തന്നു. സഹോദര സഹോദരി, ഇന്ന് നമ്മുടെ ഇടയിൽ പലർക്കും ദിവസം 1 നേരം പോലും മുഴങ്കാലമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണമെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നത് എന്താണ്? എവിടെയാണ് ബ്രദർ? എനിക്ക് സമയമില്ല, എനിക്ക് സമയം കിട്ടുന്നതേയില്ല. ജോലിക്ക് പോകും തന്നെ സമയം കിട്ടുന്നില്ല, കുട്ടികളുടെ കാര്യം നോക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല, വീട്ടുകാര്യം നോക്കാൻ തന്നെ സമയം തികയുന്നില്ല. എൻ്റെ ജോലിക്കാര്യവും വീട്ടുകാര്യവും കുട്ടികളുടെ കാര്യവുമൊക്കെ നോക്കുവാൻ തന്നെ എനിക്ക് സമയം തികയുന്നതേയില്ല. ഇത് സാധാരണമായിട്ടും നമ്മൾ പറയുന്നതായ ഒഴിവ് കഴിവാണ്. വീണ്ടും പറയട്ടെ, നീ ഉയർന്നു വരുമ്പോൾ
അനുഗ്രഹിക്കപ്പെടുമ്പോൾ പിശാച് എന്തു ചെയ്യുന്നറിയാമോ? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് നേരെ ആക്രമണം നടത്തും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ പലർക്കും പ്രാർത്ഥനാ ജീവിതമില്ല, പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞിരിക്കുന്നു. കാരണമറിയാമോ? പിശാചിന് മുമ്പിൽ കീഴ്പ്പെട്ടു. അന്നവന്റെ ശത്രുക്കൾ മനസ്സിലാക്കിയ കാര്യമെന്തെന്നറിയാമോ? ദാനിയേൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അവന് വിജയം ഉണ്ടാകും. അതുകൊണ്ട് ഇവന് പ്രാർത്ഥിക്കാൻ പാടില്ല. പിശാചിന് നന്നായിട്ടറിയാം, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും, ഉന്നത സ്ഥാനത്തേക്ക് നീ പോകും. പിശാചിനറിയാം. അതുകൊണ്ട് നിന്നെ ആക്രമിക്കും, പ്രാർത്ഥനയെ തടയുവാൻ നോക്കും. ദാനിയേലിനെ പ്രാർത്ഥിക്കാതെ നമുക്ക് തടയാൻ കഴിഞ്ഞാൽ നമ്മുടെ തന്ത്രം വിജയിക്കും. സഹോദര സഹോദരി, ദാനിയേലിനേക്കാൾ തിരക്കുള്ളവരാണോ നമ്മൾ? രാജാവിന് ശേഷം ഉള്ള വ്യക്തിയായി, രാജ്യത്തിലെ കണക്കുകൾ ബോധിപ്പിക്കുന്നതായ വിഷയത്തിൽ വിശ്വസ്തനായിരുന്നു ദാനിയേൽ. അത്രയും ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്ന ദാനിയേലിന് തന്നെ ദിവസം 3 തവണ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ നിങ്ങളുടെ സ്ഥിതി എന്താണ്? ഒരു നിമിഷം ചിന്തിക്കുക. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിലയേറിയതായ ശക്തമായ സന്ദേശത്തിൽ കൂടി ഞങ്ങളുടെ ജീവിതത്തോട് വ്യക്തമായി സംസാരിക്കുവാനിടയായല്ലോ. നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നുവല്ലോ. ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ അംഗീകരിക്കത്തക്ക രീതിയിൽ യോസേഫിനെ പോലെ ഞങ്ങൾക്ക് ഉയർച്ച വരുവാൻ, ദാനിയേലിനെ പോലെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ദാവീദിനെ പോലെ വിജയങ്ങൾ നേടിയെടുക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ, അനുഗ്രഹിക്കണമേ. അനേക കാര്യങ്ങൾ ഞങ്ങളോട് വ്യക്തമായി നീ സംസാരിക്കുവാനിടയായല്ലോ. കർത്താവെ, കേട്ട വചനങ്ങളെ തള്ളിക്കളയാതെ വചനപ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന്, നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.